നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ക്ഷേത്രത്തിൽ വെച്ച് മാധവൻ നായർ എന്ന് പറയുന്ന ഒരാളെയും അയാളുടെ ഭാര്യയും കണ്ടിരുന്നു. കൂട്ടത്തിൽ അവരുടെ മകളുടെ കഴുത്തിൽ നിങ്ങളുടെ മകൻ കെട്ടിയ താലിയും. എന്തിനാ എന്നോട് ഈ ചതി ചെയ്തത്? ആത്മാർത്ഥ സുഹൃത്താണെന്നും പറഞ്ഞ ഒപ്പം നടന്നത് എന്നെ ചതിക്കാനായിരുന്നോ? എന്റെ അച്ഛന്റെ സുഹൃത്തായ നമ്പ്യാരുടെ മകൾ നീലിമ വീട്ടിലുണ്ട്. എന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാനുള്ള തിരക്കിലാണ് അച്ഛൻ. ഞാനിത് ചെയ്തില്ലെങ്കിൽ നീലിമയായിട്ടുള്ള എന്റെ വിവാഹം നടക്കുമെന്ന് ഭയന്നിട്ടാണ് ഞാൻ. അപ്പൊ കുറുപ്പന്നെ ചതിക്കായിരുന്നു. ഇനി എന്റെ മോളെ ഇവര് ഞാൻ കൊടുക്കില്ല. അമ്മേ, വന്ദനയോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ വന്ദനെ സ്വന്തമാക്കാൻ മറ്റൊരു വഴി ഞാൻ കണ്ടില്ല. ദേവിയായിരിക്കും എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. എന്നെ വെറുക്കരുത് വന്ദനെ. എത്ര ലാഘവത്തോടെയാണ് നീ സംസാരിക്കുന്നത്? ആദ്യമൊക്കെ ഒരു ആഭാസനാണെന്ന് കരുതി നിന്നെ വല്ലാതെ വെറുത്തവളാണ് ഞാൻ. പക്ഷെ പല ആപത്തുകളിലും നീ എന്നെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചപ്പോ നിന്നെ ഒരു സുഹൃത്തായി കണ്ട് സ്നേഹിച്ചു. രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ പല കാര്യങ്ങളിലും നിന്നോടൊപ്പം ഞാൻ നടന്നു. നിന്നെ ഒരു അഭയസ്ഥാനമായിട്ട് കണ്ടവളാ ഞാൻ. പക്ഷെ നിന്റെ മനസ്സിൽ എന്നെ ചതിക്കണമെന്ന് ദുരാഗ്രഹമായിരുന്നു എന്ന് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ബോധം മറ്റ് നിസ്സഹായ അവസ്ഥയിൽ കിടക്കുന്ന എന്നെ രക്ഷിക്കേണ്ടവനായിരുന്നില്ലേ നീ? നീ എന്റെ കഴുത്തില് ഞാൻ പോലും അറിയത് താലി കെട്ടിയില്ല. എന്റെ കഴുത്ത് നിനക്ക് കുരുക്കിട്ട് മുറുക്കി ശ്വാസം മുട്ടിക്കാനുള്ള ഇടമാണെന്ന് കരുതിയോ? കല്യാണം കഴിയാത്ത പെണ്ണിന്റെ കഴുത്തില് ഒരു താലി കടലുള്ള അവസ്ഥയെ കുറിച്ച് നീ ചിന്തിച്ചില്ല. ബോധം കിട്ടി കിടക്കുന്നവൾക്കും ഒരു മനസ്സും അഭിമാനം ഉണ്ടെന്ന് നീ ചിന്തിച്ചില്ല. താലി കെട്ടി തടഞ്ഞു വെക്കാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് നീ എന്നെ കണ്ടു. സ്വാർത്ഥനാണ് നീ, ചതിയനാണ്. ഒരു പെണ്ണിനെ തരം താഴ്ത്താനുള്ള എല്ലാ നെറുകേടുള്ളവനാണ് നീ. നിന്നെ ഇനി സ്നേഹിക്കാനോ മാപ്പ് തരാനോ എനിക്ക് കഴിയില്ല. ഇനി മേലിൽ കാണരുത്. പൊയ്ക്കോ. വന്ദനെ, അതായിട്ട്
ക്ഷേത്ര ദർശനമൊക്കെ സുഖമായിട്ട് നടന്നല്ലോ അല്ലേ? ഞങ്ങളുടെ ദേവി വിളിച്ചാൽ വിളിപ്പുറത്താണ്, അത്രയ്ക്ക് ചൈതന്യമുള്ളതാണ്. ആ, അത് മനസ്സിലായി. ആഹാ. വിവാഹം അങ്ങ് അടുത്തു വരികയല്ലേ, ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അല്ലേ സുമലതേ? ആ, നമ്പ്യാരും ഒരുക്കങ്ങളൊക്കെ തുടങ്ങി കാണൂല്ലോ അല്ലേ? നിർത്തണം. ഈ വിവാഹം നടക്കില്ല. നമ്പ്യാരങ്ങള് തന്നെ. ക്ഷേത്രത്തിലെ ദേവി വിളിച്ചാ വിളി കേൾക്കുന്നവളാ, സത്യമുള്ളവളാ. അതുകൊണ്ടാ എനിക്ക് ദേവിയെ കാണണമെന്ന് തോന്നിയത്. ഇല്ലെങ്കിൽ ചതിക്കുഴി വീണേനെ. നമ്പ്യാരേട്ട, നിങ്ങൾ എന്തൊക്കെ ഈ പറയുന്നേ? ക്ഷേത്രത്തിൽ വെച്ച് നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. നിർത്ത്. ക്ഷേത്രത്തിൽ വെച്ച് മാധവൻ നായർ എന്ന് പറയുന്ന ഒരാളെയും അയാളുടെ ഭാര്യയും കണ്ടിരുന്നു. കൂട്ടത്തിൽ അവരുടെ മകളുടെ കഴുത്തിൽ നിങ്ങളുടെ മകൻ കെട്ടിയ താലിയും. നമ്പ്യാരെ, സംസാരിക്കുന്നത് കുറുപ്പിനോടാണെന്ന് ആലോചിച്ചു വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.